നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം ഹൈപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പോയിന്റ് ഒക്കെ കൂടുതൽ വരുന്നതും അതോടൊപ്പം തന്നെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കയറിപ്പോവുകയും ചെയ്യുന്നത്. അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് വേലു കിരണിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്ന് കിരണും വേലുവായിട്ട് സംസാരിക്കുന്ന സമയത്താണ് വേലുവിനോട് കിരണ കാര്യം പറയണേ. തന്നെ അന്വേഷിച്ച് ഇവിടെ CI മാർട്ടിൻ എത്തിയ കാര്യമൊക്കെ ഗംഗാ പ്രസാദിനെ കാണുന്നില്ല എന്നുള്ള ആ സത്യം അവര് മനസ്സിലാക്കിയിട്ടുണ്ട്. CI മാർട്ടിൻ സ്റ്റെഫി പരാതി കൊടുത്ത കാര്യങ്ങളൊക്കെ ഇതെല്ലാം കേട്ടിഞ്ഞപ്പോ വേലു പറഞ്ഞു, അതിന് കിരൺ സാർ എന്തിനാ പേടിക്കണേ, ഞാനല്ലേ ഉള്ളേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം കിരൺ പറഞ്ഞു, വേലു നീ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, അവർക്ക് നല്ല സംശയമുണ്ട്, അതും എന്റെ മേലിലാന്ന് പറഞ്ഞു. സാരമില്ല, ഞാൻ അന്നേ പറഞ്ഞല്ലേ സാറേ, എന്ത് പ്രശ്നം ഉണ്ടേലും ഈ വേലു അതൊക്കെ ഏറ്റെടുത്തോളും, സാറ് ധൈര്യമായിട്ടിരിക്കുക. ഇനിയിപ്പം അവന്റെ ബോഡി ഇവിടുന്ന് കണ്ടു കിട്ടിയാൽ പോലും ഞാനാ ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞോളാം, ഞാൻ ആ കുറ്റം ഏറ്റെടുത്തോളാം. സാറൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എന്റെ മാമനെ ഇല്ലാതാക്കിയത് അവനെ ഞാൻ വെറുതെ വിടുമെന്ന് സാറ് കരുതുന്നുണ്ട്. അപ്പൊ സാർ ആ കാര്യം ചെയ്തില്ലെങ്കിലും ആ കൃത്യം നിർവഹിച്ചില്ലെങ്കിലും ഈ വേലു അത് ചെയ്തേനോന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, എടാ ഞാനൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചില്ല എന്നിറങ്ങിയത്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനത് ചെയ്തതിന്റെ പിന്നില് ആരും ഉണ്ടെന്ന് ഒരിക്കലും ഞാനോട് പറയില്ല. എന്നോടൊപ്പം നെയ്യും രതീഷും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ആ കുറ്റം ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. അവനെ പോലെയുള്ള ഒരു ക്രിമിനലിനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കുന്നതിൽ ഒരു അന്തസ്സുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേലു പറഞ്ഞു, സാറ് ഒരു കാരണവശാലും ജയിലിൽ പോയി കിടക്കേണ്ടവനല്ല, സാറ് ഇവിടെ ഉണ്ടായിരിക്കണം. കാരണം എല്ലാ കാര്യങ്ങളും സാറ് വേണം നോക്കി നടത്താനായിട്ട്. ഞാൻ പോയി കിടന്നോളാം, എന്റെ വീട്ടിലെ കാര്യങ്ങളും സാറ് നോക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല സാറേ. പിന്നെ അവനെ പോലുള്ള ഒരുത്തനെ ഇല്ലാതാക്കിയിട്ട് പോയി കിടക്കാന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സുള്ള കാര്യമല്ലേ. അമലു ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമലു പറയും, വേണം ഞാൻ പോയി കിടക്കാന്ന് പറയും. എല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നല്ലോ, അവൻ മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാവും. സാറ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇതുവരെയായിട്ട് ഇതിനെക്കുറിച്ച് അമലുവിനോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, വേണ്ട, ഒരു പക്ഷേങ്കിൽ നിന്നെ പോലീസ് പിടിച്ച് ചോദ്യം ചെയ്യായിരിക്കും. അങ്ങനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും അറിയത്തില്ല. അന്നത്തെ ആ ദിവസം ആ കല്യാണത്തിന്റെ സമയത്ത് കെട്ടി നടക്കുന്ന സമയത്ത് നീ ഞാനൊക്കെ എവിടെയാന്ന് ചോദ്യം ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് എങ്ങനെ പറയണം, എന്ത് പറയണം എന്നൊക്കെ വേലുവിന് ഒരു ക്ലാസ് എടുത്തു കൊടുക്കുവാണ് കിരണം. നമ്മൾ എന്തിനാ അവനെ പോലുള്ള ഒരുത്തനെ കൊന്നെന്നും പറഞ്ഞ് ജയിലിൽ പോയി കിടക്കണേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. മാക്സിമം നമ്മൾ പിടി കൊടുക്കാതിരിക്കണം. പിന്നെ എങ്ങാനും പിടിക്കുവാണെങ്കിൽ അങ്ങേരെ എന്നെ പിടിച്ചോട്ടെ, പക്ഷെ ഒരു കാരണവശാലും നീ പിടി കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ വേലുവിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വേലു നേരെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് CI മാർട്ടിനും കൂട്ടരും വേലുവിനെ കാണുന്നുണ്ട്. അങ്ങനെ വേലുവിന്റെ അടുത്തേക്ക് ഒന്ന് പോലീസ് ജീപ്പ് വരുന്നുണ്ട്. കഴിഞ്ഞപ്പോ തന്നെ വേലുവിന് കാര്യം മനസ്സിലായി, തന്നെ ചോദ്യം ചെയ്യാനായിരിക്കുന്നു. കാരണം കിരൺ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വേലുവിനെ മിക്കവാറും ചോദ്യം ചെയ്യുന്നൊക്കെ. അതറിയാവുന്നതുകൊണ്ട് വേലുവിന് പിന്നെ പ്രത്യേകിച്ച് പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേലുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, വേലു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞു. എന്താ സാറേ കാര്യം? ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് വേലുവിന്റെ ചോദ്യം. അതെ, ഈ വഴിയെ വെച്ച് ചോദിക്കാൻ പറ്റുന്നല്ല, നീ വന്നാ വണ്ടിയിൽ കയറ്. അല്ല സാറേ, അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്നോട് കയറാനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് വേലുവിനെ കൊണ്ട് പോലീസ് ഇപ്പം അങ്ങോട്ട് പോയി നേരെ സ്റ്റേഷനിലേക്ക്. അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ട് വേലുവിനെ ചോദ്യം ചെയ്യണം. സത്യം പറ, ഗംഗാപ്രസാദ് കാർത്തിയുടെയും ദിലീപിന്റെയും കല്യാണത്തിനന്ന് ഓഡിറ്റോറിയത്തിലേക്ക് വന്നില്ലായിരുന്നോ? നിങ്ങൾ അവനെ കണ്ടില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേലു പറഞ്ഞു, സാറേ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം, കാർത്തികയുടെ കഴുത്തിൽ ദിലീപ് താലിയാർത്തുന്ന സമയത്ത് നീയും കിരണും പിന്നെ ആ രതീഷും നിങ്ങൾ മൂന്നുപേരും അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മൂന്നുപേരും എവിടെയായിരുന്നു ചോദിച്ചു. അതുപോലെ സാറേ, അവൻ അങ്ങോട്ടേക്ക് വരുമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അവനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവനെങ്ങാനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം മുടങ്ങൂലോ. അവൻ വന്നിട്ടുണ്ട് ഉറപ്പായിട്ട് അവനെ ഞങ്ങൾ തീർത്താനും സാറേന്ന് പറഞ്ഞു. ഇവിടെ വേലു നീ കള്ളത്തരം പറയണ്ട, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് തന്നെയാ സാറേ. ഇനി ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ സത്യം പറഞ്ഞത്, അവനെ ഞങ്ങളാരും കണ്ടിട്ടില്ല. അവനെ എങ്ങാനും എന്റെ കൈ കിട്ടിയോണ്ട് ഞാൻ അവനെ തീർക്ക് സാറേ. എന്റെ മാമനെ ഇല്ലാതാക്കിയതാ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മാമനായിരുന്നു. ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവന് വയ്യാതെ കിടന്ന സമയത്ത് അവനെ ശുശ്രൂഷിച്ചെന്നൊരു തെറ്റ് അവൻ കാട്ടി വന്നിട്ട് എന്തൊക്കെ ക്രൂരതകളാ ചെയ്ത് കൂട്ടിയെന്ന് സാറിനറിയാവോ? എന്റെ ആ പെണ്ണിനെ വരെ അവനെ വസ്താക്കാൻ ശ്രമിച്ചു. പിന്നെ അതും പോരാഞ്ഞിട്ട് എന്റെ മാമനെ കൊന്നിട്ട് അവൻ പോന്നെ. അവൻ മരിക്കാറായി കിടന്ന സമയത്ത് അവന് ജീവൻ കൊടുത്ത ഞങ്ങളൊക്കെ ആയിരുന്നു. ഒടുവില് പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ തിരിഞ്ഞു കൊത്തിയിട്ട് പോന്നവനാ. പിന്നെ അവനെ കൈ കിട്ടിയാൽ ഞാൻ വെറുതെ വിടുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അതിന്റെ പേരിൽ എന്നെ തൂക്കി കൊന്നാലും ശരി, ഞാൻ അവനെ തീർത്ത് കളയും സാറേന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം സിഐക്ക് തോന്നി ഇവൻ പറയുന്നൊക്കെ സത്യമാണോ എന്നൊരു ചിന്ത. പിന്നീട് വേലുവിനോട് പറഞ്ഞു,
തൽക്കാലത്തേക്ക് നീ ഇപ്പൊ പോയിക്കോ. പിന്നെ ഇനി വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഇനിയും വിളിപ്പിക്കും. അപ്പൊ നീ വരണോന്ന് പറഞ്ഞു. ഞാൻ വന്നേക്കാം സാറേ. തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് വരുന്നതിന് പ്രശ്നമില്ല. പിന്നെ ഇതിന്റെ ഇടയ്ക്കൽ എങ്ങനെയും അവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ തീർത്ത് കളയുമെന്ന് പറഞ്ഞിട്ടാ വേലുവിടെ നിന്ന് ഇറങ്ങണേ. വേലുവിനെ പിടികൂട്ടിട്ട് ഒരു വിവരം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം സെയിം മാർട്ടിന് വീണ്ടും അങ്ങനെ അന്വേഷണം വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നേരെ കാർത്തികയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ കാർത്തികയുടെ വീട്ടിലേക്ക് നിന്നപ്പം രേണുവും കാർത്തിക ഉണ്ടായിരുന്നേ. ദിലീപ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കാർത്തിക ചോദിച്ചു, എന്താ സാറേ കാര്യം എന്താണെന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ ഗംഗാപ്രസാദിന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അയാളുടെ വുഡ് ബി സ്റ്റെഫി പരാതി എന്താന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു അന്താളിപ്പോട് കൂടിയിട്ട് കാർത്തിക നോക്കണം അയാളെ സിഐനെ. എന്നിട്ട് പറഞ്ഞു, അവനെ കാണുന്നില്ലെന്നോ? അല്ല, നിങ്ങളുടെ സഹോദരനല്ലേ? സഹോദരനാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സാറേ. എന്നെ കൊല്ലാനായിട്ട് നടക്കുക. എന്നെ മാത്രമല്ല, എൻ്റെ അമ്മയും കൊല്ലാനായിട്ട് പലപ്പോഴും അവൻ ശ്രമിച്ചിട്ടുണ്ട്. ചെന്നൈ വെച്ചു അത് തന്നെയാ. അവൻ സ്വത്തുക്കൾ കൈയടക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാ. പിന്നീട് കാർത്തിക ഇതിനു മുമ്പ് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ്, അവൻ ചെയ്ത ക്രൂരതകളും കാര്യങ്ങളും. പിന്നീട് പറഞ്ഞു, ഏറ്റവും ഒടുവിൽ അവൻ ചെയ്തത് ദിലീപേന്റെ അച്ഛനെ വരെ കൊന്നു. എന്തിനാണെന്നറിയാവോ? ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഡേഡ് പറഞ്ഞു, അവനെ കൈ കിട്ടിയാൽ തീർക്കാൻ തയ്യാറായിട്ട് നടക്കുമോ സാറേ? ഞാനും എന്നെ ഭർത്താവിനെ ഇല്ലാതാക്കിയതാ. അങ്ങനെയുള്ള അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? എൻ്റെ കയ്യിൽ നിന്ന് കിട്ടണമെന്ന് വിചാരിച്ചാൽ ഞാനിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഈ വിവാഹത്തിന് ആദ്യമൊക്കെ എനിക്ക് സമ്മതമായിരുന്നില്ല. പിന്നീട് എനിക്ക് തോന്നി അവനെപ്പോഴും ദുഷ്ടനിട്ട് പണി കൊടുക്കാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹം വീണ്ടും നടക്കട്ടെ എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ പൂർണ്ണ മനസ്സോടെയാണ് വിവാഹത്തിന് സമ്മതിച്ചതെന്ന് സി ഐ ചോദിച്ചു. രേണു പറഞ്ഞു, അത് സാറേ, പൂർണ്ണ മനസ്സോടെ തന്നെയാ. ഒരു പക്ഷേങ്കിൽ മുകളിലിരിക്കുന്ന എൻ്റെ വാസുവേൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കിൽ ഈ വിവാഹം നടന്നേ മതിയാവുള്ളൂ. കാരണം ഒത്തിരി ആഗ്രഹിച്ച വാസുവേണ്ണ ഇവർ തമ്മിൽ ഒന്നിക്കാനായിട്ട്. എൻ്റെ മോനും കാർത്തിക മോളും തമ്മിൽ ഒടുവിൽ അത് സംഭവിക്കുന്ന സമയത്ത് അന്നും കാണാനായിട്ട് വാസുവേണ്ണ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് സി ഐ പറഞ്ഞു, അവനെ കാണുന്നില്ല. പരാതി കിട്ടിയാൽ ഞങ്ങൾക്ക് അന്വേഷിച്ചല്ലേ മതിയാവുള്ളൂ. അപ്പോഴേ കാർത്തിക പറഞ്ഞു, അതിന് ഞങ്ങളാരും അവനെ കണ്ടിട്ടില്ല. അവനെന്നാ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സി ഐ പറഞ്ഞു, അതെങ്ങനെ കാർത്തികയ്ക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടത്തില്ല സാറേ. കിരണും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവനെ തീർത്ത് കളയുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സി ഐ പറഞ്ഞു, അന്ന് അവൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. വന്നിട്ടുണ്ടായിരുന്നോ സാർ? എന്തൊക്കെയാ പറയണേ? അതെ, വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഓഡിറ്റോറിയത്തിൽ കടന്നിട്ടുണ്ട്. അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെ വെച്ച്. നിങ്ങളൊക്കെ ചിലപ്പോൾ അറിയാത്തായിരിക്കും. അതോ ഇനി പറഞ്ഞിട്ട് പറയാത്താണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല സാറേ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയും. പിന്നെ അവൻ തീർന്നു കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം. അവനൊരു കൊടും ക്രിമിനലാ സാറേ. എത്ര പേരുടെ ജീവിതം നശിപ്പിച്ചെന്നറിയാവോ? സാറിന് അവനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാ. ചെന്നൈ പോലീസിലൊന്ന് തിരക്കി നോക്ക്. അപ്പൊ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രേണു ചോദിച്ചു, അല്ല മോളെ, അവന്റെ കഥ കഴിഞ്ഞോന്ന് ചോദിച്ചു. കഥ കഴിഞ്ഞാൽ മതിയായിരുന്നമ്മേ. അങ്ങനെയാണ് സമാധാന വായനം. അവനെപ്പോലുള്ള ദുഷ്ടൻ തീരേണ്ടതാ. അവൻ ഈ ഭൂമി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനിയെങ്കിലും സ്വസ്ഥത സമാധാനത്തോടെ കഴിയാലോ. അപ്പോഴേക്കും രേണു പറഞ്ഞു, ഇനി അവൻ എവിടെയും പതുങ്ങിയിരിക്കുന്നുണ്ടോ? അവന്റെ സ്വഭാവമായതുകൊണ്ട് അതും പറയാൻ പറ്റില്ല. അവന്റെ തന്ത്രമാണെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് ലക്ഷ്മിയമ്മയെ വിളിക്കുകയാണ് കാർത്തിക. ലക്ഷ്മിയമ്മ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പോലീസ് വന്ന് ചോദ്യം ചെയ്തൊക്കെ. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് കാണും. അതുകൊണ്ടായിരിക്കും. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ മതിയായിരുന്നു. ആരെങ്കിലും അവനെ തല്ലി കൊന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ലക്ഷ്മിയമ്മയാണ് കിരണിനോട് പറയണേ കാർത്തികയുടെ വീട്ടിൽ സി ഐ മാർട്ടി അന്വേഷിക്കാൻ ചെന്ന കാര്യങ്ങളൊക്കെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, ലക്ഷ്മിയമ്മ വിഷമിക്കൊന്നും വേണ്ട. ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അവനിട്ടുള്ള പണി ആരെങ്കിലും കൊടുത്തു കാണും. അവൻ തീർന്നു കാണുമെന്ന് പറഞ്ഞു. നമ്മളല്ലാതെ വേറെ അവന് ശത്രുക്കളെ ചിലപ്പോൾ കാണുമായിരിക്കും എന്ന് പറഞ്ഞു. ലക്ഷ്മിയമ്മയ്ക്ക് എന്തോ കിരണിന്റെ സംസാരം അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല. കിരൺ എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ ഒരു തോന്നൽ ലക്ഷ്മിയമ്മയുടെ മനസ്സിലുണ്ടായി. ലക്ഷ്മിയമ്മ 2-3 വട്ടം അതിനെക്കുറിച്ച് ചോദിച്ചു. പക്ഷെ കിരൺ ഒന്നും അത് വിട്ടു പറയാൻ തയ്യാറായതുമില്ല. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒരു വശത്ത് സി ഐ മാർട്ടിന് ഗംഗാപ്രസാദ് കണ്ടെത്താൻ നടക്കുന്നു. മറ്റൊരു വശത്ത് സരയു കിരണിനെ സ്വന്തമാക്കാനായിട്ട് നടക്കുന്നു. ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഒരു കാരണവശാലും കിരൺ സമ്മതിക്കില്ല. സരയു കാര്യം പറഞ്ഞത് വന്നിട്ടുണ്ടെങ്കിൽ കിരൺ ഒരിക്കലും അങ്ങനെ ഇപ്പൊ സരയുവിനെ കാണുന്ന പോലുമില്ല. കാരണം കിരണിന്റെ മനസ്സിൽ ഇപ്പൊ അവൾക്കൊരു പെങ്ങളുടെ സാധനം മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലതാനും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.